ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിഇഒ എക്സാം സ്പെഷ്യൽ ആണ്. ഇന്ന് നമ്മൾ 2014 എറണാകുളം ജില്ലയിൽ നടന്ന LDC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കും മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഉത്തരം ലാഹോർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനം നടന്ന സ്ഥലം ലാഹോർ. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചരിത്ര പ്രധാനമായ സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. രാജ്യവ്യാപകമായി പൊതു നിസ്സഹകരണ പ്രക്ഷോഭം ആരംഭിക്കുവാൻ കോൺഗ്രസ് പ്രവർത്തന കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യ ദിവസമായി ഇന്ത്യയിലെമ്പാടും ആചരിക്കണമെന്ന് ലാഹോർ സമ്മേളനം തീരുമാനിച്ചു. നാനാ തുറകളിൽ നിന്നുമുള്ള പല ഇന്ത്യൻ രാഷ്ട്രീയ സംഘടനകളും ഇന്ത്യൻ വിപ്ലവകാരികളും ഈ ദിവസം അഭിമാനത്തോടെ ആചരിക്കുവാൻ ഒന്നിച്ചു. അപ്പൊ ഇതാണ് പൂർണ്ണ സ്വരാജ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. രാജ്യവ്യാപകമായി പൊതു നിസ്സഹകരണ പ്രക്ഷോഭം ആരംഭിക്കുവാൻ കോൺഗ്രസ് പ്രവർത്തന കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യ ദിനമായി ഇന്ത്യയിലെമ്പാടും ആചരിക്കുവാൻ തീരുമാനിച്ചത് 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ലാഹോർ സമ്മേളനമാണ്. എന്താണ്? കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929 ആണ്. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ച ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം 1930 ജനുവരി 26 ആണ്. എന്താണ്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം 1929 ഡിസംബർ 31 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയ സ്ഥലം ലാഹോറിലെ രവി നദിക്കരയിലാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് 1930 ജനുവരി 26 ആണെങ്കിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയത് 1929 ഡിസംബർ 31 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ലാഹോറിലെ രവി നദിക്കരയിലാണ്. എന്താണ്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയത് 1929 ഡിസംബർ 31 ലാഹോറിലെ രവി നദിക്കരയിലാണെങ്കിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് 1930 ജനുവരി 26 സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെട്ടിരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനെയാണ്. എന്താണ്? തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെട്ടിരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പോ സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നതും ഡോക്ടർ എസ് രാധാകൃഷ്ണനെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്.
ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഭാരതരത്നം ലഭിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. എന്താണ്? ഭാരതരത്നം ലഭിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. വെളിച്ചം പോയി എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജി മരിച്ചപ്പോൾ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. എന്താണ്? വെളിച്ചം പോയി എവിടെയും ഇരുട്ടാണ് വെളിച്ചം പോയി എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജി അന്തരിച്ചപ്പോൾ പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ജവഹർലാൽ നെഹ്റു ആണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഭാരതരത്നം ലഭിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി അന്തരിച്ചപ്പോൾ വെളിച്ചം പോയി എവിടെയും ഇരുട്ടാണ് എന്ന് പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ നെഹ്റു വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ശക്തിയേറിയ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രമെന്നാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ ഒന്നുകൂടെ പറയാം. ഭാരതരത്നം ലഭിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി അന്തരിച്ചപ്പോൾ വെളിച്ചം പോയി എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ നെഹ്റു വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ശക്തിയേറിയ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രമെന്നാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ഇനി ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ്. എന്താണ്? ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് നെഹ്റുവിനെയാണ്. അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. എന്താണ്? അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമാണ് ജവഹർലാൽ നെഹ്റു. ദേശീയ ബാലഭവൻ രൂപീകരിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ദേശീയ ബാലഭവൻ രൂപീകരിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതും ജവഹർലാൽ നെഹ്റു ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തിയും ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഭാരതരത്നം ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. വെളിച്ചം പോയി എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജി അന്തരിച്ചപ്പോൾ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ വ്യക്തിയും ജവഹർലാൽ നെഹ്റു ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ നെഹ്റു വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ശക്തിയേറിയ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രമെന്നാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ദേശീയ ബാലഭവൻ രൂപീകരിച്ചതും നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതും ജവഹർലാൽ നെഹ്റു ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തിയും ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഭാരതരത്ന ലഭിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് നെഹ്റു. ഗാന്ധിജി അന്തരിച്ചപ്പോൾ വെളിച്ചം പോയി എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത് നെഹ്റു ആണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ നെഹ്റു വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ശക്തിയേറിയ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രമെന്നാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ നെഹ്റു വിശേഷിപ്പിച്ചത്. ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചതും ജവഹർലാൽ നെഹ്റുവിനെയാണ്. അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ദേശീയ ബാലഭവൻ രൂപീകരിച്ചത് നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതും ജവഹർലാൽ നെഹ്റു ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം യമുന. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം യമുന. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ
ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണ് താജ്മഹൽ. എന്താണ്? മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ അദ്ദേഹത്തിന്റെ ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണ് താജ്മഹൽ. മാർബിളിന്റെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് താജ്മഹലിനെയാണ്. എന്താണ്? മാർബിളിന്റെ ഇതിഹാസം എന്ന് വിശേഷിക്കപ്പെടുന്നതും താജ്മഹലിനെയാണ്. താജ്മഹലിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഉസ്താദ് ഈസയാണ്. എന്താണ്? താജ്മഹലിന്റെ ശില്പിയാണ് ഉസ്താദ് ഈസ. കാലത്തിന്റെ കവിളിലെ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം രവീന്ദ്രനാഥ ടാഗോറാണ്. എന്താണ് പറഞ്ഞത്? കാലത്തിന്റെ കവിളിലെ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ അദ്ദേഹത്തിന്റെ ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണ് താജ്മഹൽ. മാർബിളിന്റെ ഇതിഹാസം എന്ന് വിശേഷിക്കപ്പെടുന്നത് താജ്മഹലിനെയാണ്. താജ്മഹലിന്റെ ശില്പിയുടെ പേര് ഉസ്താദ് ഈസ എന്നാണ്. കാലത്തിന്റെ കവിളിലെ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി മുഗൾ സാമ്രാജ്യത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഷാജഹാന്റെ കാലഘട്ടമാണ്. എന്താണ്? മുഗൾ സാമ്രാജ്യത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാന്റെ കാലഘട്ടത്തെയാണ്. നിർമ്മിതികളുടെ രാജകുമാരൻ, ശില്പികളുടെ രാജാവ് എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന രാജാവാണ് ഷാജഹാൻ. എന്താണ്? നിർമ്മിതികളുടെ രാജകുമാരൻ, ശില്പികളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ഷാജഹാനെയാണ്. ഷാജഹാൻ നിർമ്മിച്ച പ്രധാന നിർമ്മിതികളാണ് ആഗ്രയിലെ താജ്മഹൽ, ചെങ്കോട്ട, ഡൽഹിയിലെ ചെങ്കോട്ട, ജുമാ മസ്ജിദ് എന്നിവ. കൂടാതെ മോത്തി മസ്ജിദ്, ദിവാൻ ഇ ആം, ദിവാൻ ഇ ഖാസ്. എന്തൊക്കെയാണ്? താജ്മഹൽ, ചെങ്കോട്ട, ജുമാ മസ്ജിദ്, മോത്തി മസ്ജിദ്, ദിവാൻ ഇ ആം, ദിവാൻ ഇ ഖാസ്. ഷാജഹാൻ നിർമ്മിച്ച പ്രധാന നിർമ്മിതികളാണ് ആഗ്രയിലെ താജ്മഹൽ, ഡൽഹിയിലെ ചെങ്കോട്ട, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, മോത്തി മസ്ജിദ്, ദിവാൻ ഇ ആം, ദിവാൻ ഇ ഖാസ് എന്നിവ. അപ്പൊ ഒന്നുകൂടെ പറയാം. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്ത് എന്നാണ് ചോദ്യം. ഉത്തരം യമുനയാണ്. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ തന്റെ ഭാര്യയായിരുന്ന മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണ് താജ്മഹൽ. മാർബിളിന്റെ ഇതിഹാസം എന്ന് വിശേഷിക്കപ്പെടുന്നത് താജ്മഹലിനെയാണ്. താജ്മഹലിന്റെ ശില്പിയുടെ പേര് ഉസ്താദ് ഈസ എന്നാണ്. കാലത്തിന്റെ കവിളിലെ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ്. മുഗൾ സാമ്രാജ്യത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാന്റെ കാലഘട്ടത്തെയാണ്. നിർമ്മിതികളുടെ രാജകുമാരൻ, ശില്പികളുടെ രാജാവ് എന്നൊക്കെ വിശേഷിക്കപ്പെട്ടത് ഷാജഹാനെയാണ്. ഷാജഹാൻ നിർമ്മിച്ച പ്രധാന നിർമ്മിതികളാണ് ആഗ്രയിലെ താജ്മഹൽ, ഡൽഹിയിലെ ചെങ്കോട്ട, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, മോത്തി മസ്ജിദ്, ദിവാൻ ഇ ആം, ദിവാൻ ഇ ഖാസ് എന്നിവ. അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത് ആരുടെ മന്ത്രിസഭയായിരുന്നു? ഉത്തരം ശിവജി. അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത് ആരുടെ മന്ത്രിസഭയായിരുന്നു? ശിവജിയുടെ മന്ത്രിസഭയായിരുന്നു അഷ്ടപ്രധാൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ശിവജി. എന്താണ്? മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ശിവജി. ശിവജിയുടെ തലസ്ഥാനം അല്ലെങ്കിൽ മറാത്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം റായ്ഗഡ് ആണ്. എന്താണ്? മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ശിവജി. മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ശിവജി. മറാത്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം റായ്ഗഡ് ആണ്. ശിവജിയുടെ ആത്മീയ ഗുരുവിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം രാംദാസ് ആണ്. ശിവജിയുടെ ആത്മീയ ഗുരുവാണ് രാംദാസ്. ഹൈന്ദവ ധർമ്മോധാരക് എന്നറിയപ്പെടുന്നത് ശിവജിയാണ്. എന്താണ്? ഹൈന്ദവ ധർമ്മോധാരക് എന്നറിയപ്പെടുന്നത് ശിവജിയാണ്. ഗോബ്രാഹ്മൺ പ്രതിപാലക് എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ശിവജിയാണ്. അഷ്ടപ്രധാൻ എന്ന പേരിലെ മന്ത്രിസഭ ഏത് ഭരണാധികാരിയുടെ സദസ്സിലായിരുന്നു എന്ന് നമ്മുടെ ചോദ്യം. ഉത്തരം എന്താണ്? ശിവജി. ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി എന്നും ശിവജിയുടെ ഉടവാളിന്റെ പേര് ഭവാനി എന്നുമാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത് ആരുടെ മന്ത്രിസഭയായിരുന്നു എന്നതാണ് ചോദ്യം. ഉത്തരം ശിവജിയുടെ മന്ത്രിസഭയാണ് അഷ്ടപ്രധാൻ എന്നറിയപ്പെട്ടിരുന്നത്. മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ശിവജി. മറാത്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് റായ്ഗഡ്. ശിവജിയുടെ ആത്മീയ ഗുരുവിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം രാംദാസ് ആണ്. ഹൈന്ദവ ധർമ്മോധാരക് എന്നറിയപ്പെട്ടിരുന്നത് ശിവജിയാണ്. ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി എന്നും ശിവജിയുടെ ഉടവാളിന്റെ പേര് ഭവാനി എന്നുമാണ്. ഒരിക്കൽ കൂടി പറയാം. അഷ്ടപ്രധാൻ എന്നറിയപ്പെട്ടിരുന്നത് ആരുടെ മന്ത്രിസഭയായിരുന്നു എന്നായിരുന്നു ചോദ്യം. ഉത്തരം ശിവജിയുടെ മന്ത്രിസഭയാണ്. ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി എന്നും ശിവജിയുടെ ഉടവാളിന്റെ പേര് ഭവാനി എന്നുമാണ്.
മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ശിവജി. മറാത്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം റായ്ഗഡ് ആണ്. ശിവജിയുടെ ആത്മീയ ഗുരുവിന്റെ പേര് രാംദാസ് എന്നാണ്. ഹൈന്ദവ ധർമ്മോദ്ധാരക് എന്ന് അറിയപ്പെട്ടിരുന്നത് ശിവജിയാണ്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. എന്താണ്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഭരണഘടനയുടെ സംരക്ഷകൻ, കാവൽക്കാരൻ എന്നെല്ലാം അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. എന്താണ്? ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഭരണഘടനയുടെ സംരക്ഷകൻ, കാവൽക്കാരൻ എന്നെല്ലാം അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി നിലവിൽ വന്നത് ഏത് അനുച്ഛേദം അനുസരിച്ചാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം അനുച്ഛേദം 124 അനുസരിച്ചാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്. എന്താണ്? അനുച്ഛേദം 124 അനുസരിച്ചാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്. സുപ്രീം കോടതി നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വന്നത്. എന്നാണ്? 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വന്നത്. സുപ്രീം കോടതിയുടെ പിൻകോഡ് എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം 110-201 110-201 110-201 സുപ്രീം കോടതിയുടെ പിൻകോഡ്. സുപ്രീം കോടതിയുടെ സ്ഥിര ആസ്ഥാനമാണ് ന്യൂഡൽഹി. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. എന്താണ്? ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ, ഭരണഘടനയുടെ സംരക്ഷകൻ, കാവൽക്കാരൻ എന്നെല്ലാം അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി നിലവിൽ വന്നത് ഏത് അനുച്ഛേദം അനുസരിച്ചാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം അനുച്ഛേദം 124 അനുസരിച്ചാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28 സുപ്രീം കോടതിയുടെ പിൻകോഡ് 110-201 സുപ്രീം കോടതിയുടെ സ്ഥിര ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ, ഭരണഘടനയുടെ സംരക്ഷകൻ, കാവൽക്കാരൻ എന്നെല്ലാം അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി നിലവിൽ വന്നത് 124 അനുച്ഛേദം അനുസരിച്ചാണ്. 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വന്നത്. സുപ്രീം കോടതിയുടെ പിൻകോഡ് 110-201 സുപ്രീം കോടതിയുടെ സ്ഥിര ആസ്ഥാനമാണ് ന്യൂഡൽഹി. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്ര? ഉത്തരം 5. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. എന്താണ്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ടുകൾ 5 എണ്ണമാണ്. ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, ക്വോ വാറന്റോ, പ്രൊഹിബിഷൻ, സെർഷിയോററി എന്നിവയാണ് റിട്ടുകൾ. എന്തൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, ക്വോ വാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി എന്നിവയാണ് റിട്ടുകൾ. അപ്പൊ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ടുകൾ പ്രധാനമായും 5 എണ്ണമാണ്. ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, ക്വോ വാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി എന്നിവയാണ് റിട്ടുകൾ. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം 32 അനുച്ഛേദമാണ്. എന്താണ്? ഭരണഘടനയുടെ 32 അനുച്ഛേദം അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് എങ്കിൽ ഭരണഘടനയുടെ 226 അനുച്ഛേദം അനുസരിച്ചിട്ടാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. മാറിപ്പോവരുത്. ഭരണഘടനയുടെ 32 അനുച്ഛേദം അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് എങ്കിൽ ഭരണഘടനയുടെ 226 അനുച്ഛേദം അനുസരിച്ചിട്ടാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ടുകൾ 5 എണ്ണമാണുള്ളത്. ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, ക്വോ വാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം 32 അനുച്ഛേദമാണ്. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം 226 അനുച്ഛേദമാണ്. മാറിപ്പോകരുത്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 32 അനുച്ഛേദം, ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 226 അനുച്ഛേദം പ്രകാരമാണ്. ഇന്ത്യയുടെ 1ാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം ഏത്?
ഉത്തരം 1951. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം ഏത്? 1951. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1-നാണ്. അവസാനിച്ചത് 1956-ലാണ്. എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1-നാണ്. അവസാനിച്ചത് 1956-ലാണ്. ഹരോൾഡ് ഡോമർ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. എന്താണ്? ഹരോൾഡ് ഡോമർ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം KN രാജാണ്. എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി KN രാജാണ്. കാർഷിക പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്തൊക്കെയാണ്? ഹരോൾഡ് ഡോമർ പദ്ധതി എന്നറിയപ്പെട്ടത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കാർഷിക പദ്ധതി എന്നറിയപ്പെട്ടിരുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അണക്കെട്ടുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഭക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി പദ്ധതി. എന്തൊക്കെയാണ്? ഭക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി പദ്ധതി ഇവയെല്ലാം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1-നാണ്. അവസാനിച്ചത് 1956-ലാണ്. ഹരോൾഡ് ഡോമർ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. കാർഷിക പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അണക്കെട്ടുകളാണ് ഹിരാക്കുഡ്, ഭക്രാനങ്കൽ, ദാമോദർ വാലി പദ്ധതി എന്നിവ. എന്തൊക്കെയാണ്? ഹിരാക്കുഡ്, ഭക്രാനങ്കൽ, ദാമോദർ വാലി പദ്ധതി എന്നിവയെല്ലാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അണക്കെട്ടുകളാണ്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഉത്തരം പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. എന്താണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതും M വിശ്വേശ്വരയ്യ ആണ്. എന്തൊക്കെയാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് M വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും M വിശ്വേശ്വരയ്യയാണ്. അപ്പോ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് M വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും M വിശ്വേശ്വരയ്യയാണ്. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം മൊണ്ടേക് സിംഗ് അലുവാലിയ ആണ്. എന്താണ്? ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷനാണ് മൊണ്ടേക് സിംഗ് അലുവാലിയ. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനമാണ് നിതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നിതി ആയോഗ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനമാണ് നിതി ആയോഗ്. നിതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്ന ദിവസം 2015 ജനുവരി 1 നിതി ആയോഗിന്റെ അധ്യക്ഷനാണ് പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപമാണ് നിതി ആയോഗ്. അപ്പോൾ നിതി ആയോഗിന്റെ അധ്യക്ഷനും പ്രധാനമന്ത്രിയാണ്. നിതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. നിതി ആയോഗിന്റെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം അരവിന്ദ് പനഗരിയ ആയിരുന്നു നിതി ആയോഗിന്റെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാൻ. നിതി ആയോഗിന്റെ ആദ്യ CEO ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? സിന്ധുശ്രീ ഖുള്ളർ ആണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ആസൂത്രണ കമ്മീഷൻ, ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതും M വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വിശ്വേശ്വരയ്യയാണ്. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? മൊണ്ടേക് സിംഗ് അലുവാലിയ ആണ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനം എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം നിതി ആയോഗ് ആണ്. നിതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്ന ദിവസം 2015 ജനുവരി 1 നിതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നിതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. നിതി ആയോഗിന്റെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാൻ അരവിന്ദ് പനഗരിയയാണ്. നിതി ആയോഗിന്റെ ആദ്യ CEO
സിന്ധുശ്രീ ഖുള്ളർ ആണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനമാണ് നിതി ആയോഗ്. എന്താണ്? ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനമാണ് നിതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് NITI, നിതി എന്നതിന്റെ പൂർണ്ണ രൂപം. നിതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജനുവരി 1. നിതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. നിതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാൻ അരവിന്ദ് പനഗരിയ. നിതി ആയോഗിന്റെ ആദ്യ CEO സിന്ധുശ്രീ ഖുള്ളർ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം മുംബൈ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം മുംബൈ. ഇന്ത്യയിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കിനെയാണ്. എന്താണ്? ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതും റിസർവ് ബാങ്കിനെയാണ്. റിസർവ് ബാങ്ക് ആക്ട് പാസാക്കിയ വർഷം 1934 ആണ്. എന്താണ്? റിസർവ് ബാങ്ക് ആക്ട് പാസാക്കിയ വർഷമാണ് 1934. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1935 ഏപ്രിൽ 1. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് രൂപം കൊണ്ടത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. എന്താണ്? ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് രൂപം കൊണ്ടത്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മുടെ ദേശീയ മൃഗമായ കടുവയാണ് റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മരം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എണ്ണപ്പനയാണ്. എന്താണ്? റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മരം എണ്ണപ്പനയാണ്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ ഉത്തരം 1949 ജനുവരി 1. എന്താണ്? 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. അപ്പൊ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച വർഷം എന്നായിരുന്നു? 1935 ഏപ്രിൽ 1 പ്രവർത്തനം ആരംഭിച്ചു. ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ്. കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതും റിസർവ് ബാങ്കിനെയാണ്. റിസർവ് ബാങ്ക് ആക്ട് പാസാക്കിയ വർഷം 1934. റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് രൂപം കൊണ്ടത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മരം എണ്ണപ്പനയാണ്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം 1949 ജനുവരി 1. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ്. റിസർവ് ബാങ്കിന്റെ കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.